വൈദ്യുതി മന്ത്രി വരുന്ന മഴയില്ലാത്തതുകൊണ്ടാണ്. ഇതിന് മുമ്പും മഴയില്ലാതെ വന്നിട്ടുണ്ടല്ലോ. ഈ വൈദ്യുതി മന്ത്രി വന്നപ്പോൾ മാത്രമല്ലല്ലോ ഇവിടെ മഴയില്ലാതെ വന്നേ. ഇതിന് മുമ്പും മഴയില്ലാതെ വന്നില്ലേ? ഞാൻ ചോദിക്കുക, പണ്ടുണ്ടായ പോലുള്ള വേനൽ ഇപ്പോൾ ഉണ്ടോ? കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് ഇല്ലല്ലോ അങ്ങനെയുള്ള വേനൽ. അപ്പം വൈദ്യുതി മന്ത്രി അങ്ങേര് ഒന്ന് കാര്യം പഠിക്കാതെ അല്ലെങ്കിൽ അങ്ങേർക്ക് വേണ്ടാത്ത വിവരം ഈ കാര്യത്തിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ദുർബലപ്പെടുത്തി സ്വകാര്യ മേഖലയ്ക്ക് കടന്നു വരാനുള്ള അതുകൊണ്ട് അതൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെ നിലപാടെടുക്കുന്ന കൃത്രിമ കട്ടുണ്ടാക്കി പിന്നെ സ്വകാര്യ മേഖലയ്ക്ക് സമ്പത്തുണ്ടാക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങളും വൈദ്യുതി മേടിക്കും എന്നിട്ട് ഇഷ്ടംപോലെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് സതീശനും UDF എന്നാണ് അത് സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് വൈദ്യുതി അന്നും ഇന്നും നമുക്ക് ആവശ്യമായത്ര ഇല്ല. ഞങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ ഭരിച്ചപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പം PS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പം ഒരു ടൈം ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പം അന്ന് ആവശ്യത്തിൻ്റെ 40% ഇവിടെ വൈദ്യുതി ഉൽപ്പാദനമുള്ളൂ. ബാക്കി വില കൊടുത്ത് കരാറുണ്ടാക്കി വൈദ്യുതി മേടിച്ചാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയത്. ഇപ്പം സതീശനും കൂട്ടും അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി സൂത്രത്തിലുള്ള പണിയാണ്. പൈസ കൊടുക്കണം, അല്ല വേറെ പണിയൊന്നുമില്ല. തട്ടിപ്പ് വേറെന്താ? ഇവർ ഏത് കാര്യത്തിലാണ് മെച്ചം? ഇപ്പം ഞാൻ പറയാം, ഇവിടെ ഫോറസ്റ്റുകാർ ഇന്ന് ഞങ്ങൾ സമരം നടത്തി. ഫോറസ്റ്റുകാർ ശല്യമല്ലേ? ഏതാ ജനങ്ങൾ കാലങ്ങളായി പതിറ്റാണ്ടുകളായി കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഫോറസ്റ്റാണെന്നും പറഞ്ഞു വരിക. ഇന്ന് സമരം അതിനാണ് വെച്ചത്. പണ്ട് കുടിയൊഴിപ്പിക്കലും എല്ലാം ചുരുളിലും കീരത്തോട്ടിലും അയ്യപ്പൻ കോയിലും അമരാവതിയിലും വണ്ണപ്പുറത്തും ആനച്ചാലിലും ഒക്കെ നടത്തിയ കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ്. അന്ന് അതിനെതിരെ പൊരുതിയാണ് ഞങ്ങൾ ഈ മണ്ണിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തിയത്. അന്ന് കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നു. ഇവിടെ തൊടുപുഴ താലൂക്ക് എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്നു. ഇടുക്കി ജില്ല രൂപം കൊണ്ട് കഴിഞ്ഞും മലയോര കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തി എന്നും നമ്മൾ നിലപാടെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് ഇപ്പം വൈദ്യുതി എനിക്ക് തോന്നുന്നത് സതീശനും കൂട്ടരും കൂടി ഒരു വൈദ്യുതി കട്ട് വരുത്തിയിട്ട് സ്വകാര്യ കമ്പനികൾക്ക് വലിയ തോതിൽ പൈസ ഉണ്ടാക്കി കൊടുക്കാനും അതിൽ നിന്ന് വലിയ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ന്യായമായി സംശയിക്കാവുന്നതാണെന്നാണ് ഞാൻ പറയുന്നത്. 10 കൊല്ലം ഇല്ലായിരുന്നൊരു കട്ട് വരുമ്പോൾ അത് പുതിയ സർക്കാരിൻ്റെ കഴിവുകേടുണ്ട്. കഴിവുകേടുണ്ട്, ഭാവനയുടെ പ്രശ്നമുണ്ട്, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഇതിൻ്റെ പേരിൽ കൃത്രിമക്ഷാമം ഉണ്ടാക്കി ഏതെങ്കിലും വലിയ കമ്പനിയായി കരാറുണ്ടാക്കി കോഴ മേടിക്കാൻ ഞാനാണോ എന്ന് സംശയിക്കുന്നതിലും തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വൈദ്യുതി മന്ത്രി വരുന്ന മഴയില്ലാത്തതുകൊണ്ടാണ്. ഇതിന് മുമ്പും മഴയില്ലാതെ വന്നിട്ടുണ്ടല്ലോ. ഈ വൈദ്യുതി മന്ത്രി വന്നപ്പോൾ മാത്രമല്ലല്ലോ ഇവിടെ മഴയില്ലാതെ വന്നേ. ഇതിന് മുമ്പും മഴയില്ലാതെ വന്നില്ലേ? ഞാൻ ചോദിക്കുക, പണ്ടുണ്ടായ പോലുള്ള വേനൽ ഇപ്പോൾ ഉണ്ടോ? കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് ഇല്ലല്ലോ അങ്ങനെയുള്ള വേനൽ. അപ്പം വൈദ്യുതി മന്ത്രി അങ്ങേര് ഒന്ന് കാര്യം പഠിക്കാതെ അല്ലെങ്കിൽ അങ്ങേർക്ക് വേണ്ടാത്ത വിവരം ഈ കാര്യത്തിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.